നമസ്കാരം, ചലഞ്ചർ ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്ഥി വ്യവസ്ഥയെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം അസ്ഥികൾ, ബോൺസ് എന്ന് പറയുന്നത് എന്താണ് ബോൺസ്? നമുക്കറിയാം അവര് നമ്മുടെ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നവരാണ് ഇതെന്ന് പറയുന്നത് അസ്ഥികൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ കൈ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കൈ വരുന്നതിന്റെ കാരണം എന്താണ്? നമുക്ക് അതേപോലെയാണ് നമ്മുടെ അസ്ഥികൾ ഉള്ളത്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അതേ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അസ്ഥികൾ നമുക്ക് എന്തിനൊക്കെ വേണ്ടി സഹായിക്കുന്നു? നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകാനും അതുപോലെ തന്നെ ശരീരത്തിന് ഉറപ്പ് നൽകാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ അസ്ഥികളാണെങ്കിൽ ബോൺസ് ആണ്. ഓക്കെ, അസ്ഥികൾ നമ്മുടെ ശരീര ചലനത്തിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം ചലനത്തിന് വേണ്ടി സഹായിക്കുന്നത് ആരൊക്കെയാണ്? അസ്ഥികൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേശികള്, ജോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചലനങ്ങൾ, മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ദൃഢമായ കല, ഏറ്റവും സ്ട്രോങ്സ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ദൃഢമായിട്ടുള്ള കല എന്ന് പറയുന്നത് ആരാണ്? അസ്ഥികലയാണ് കേട്ടോ, അസ്ഥിയാണ്. അതുപോലെ തന്നെ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെ പറയുന്ന പേരാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ അല്ലെങ്കിൽ ഓസ്റ്റിയോസൈറ്റുകൾ. ഓക്കെ, എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ? അപ്പൊ ഓസ്റ്റിയോ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ എപ്പോഴും എന്തുമായിട്ട് കണക്ട് ചെയ്യുന്ന വേർഡാണ്? നമ്മുടെ അസ്ഥിയും അല്ലെങ്കിൽ ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടേം ആണ് ഓസ്റ്റിയോ എന്ന് പറയുന്ന ആ ഒരു വേർഡ്. ഓക്കെ, അപ്പോ ഓസ്റ്റിയോസൈറ്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഓസ്റ്റിയോസൈറ്റ്. അപ്പൊ സൈറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്? സെൽസ് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നമുക്ക് തന്നെ പലതരത്തിലുള്ള രക്തകോശങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ ഈ RBCയുടെ മറ്റൊരു പേരാണ് എന്ത്? എറിത്രോസൈറ്റ്സ്. എറിത്രോ മീൻസ് റെഡ് എന്നാണ്. അപ്പൊ ആ റെഡ് കളറിലെ സൈറ്റ് മീൻസ് സെല്ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എറിത്രോസൈറ്റ്, WBCനെ ലൂക്കോസൈറ്റ്, അതുപോലെ ത്രോംബോസൈറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന സെൽസ്, കോശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസ്റ്റിയോസൈറ്റുകൾ അല്ലെങ്കിൽ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംയുക്തങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കാൽഷ്യം ഫോസ്ഫേറ്റും അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റും ആണ്. ഓക്കെ, കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റുമാണ്. ഇതിൽ തന്നെ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ, കാൽഷ്യം ഫോസ്ഫേറ്റ്. അതൊരു 85% അസ്ഥികൾ എന്താണ്? ഒരു നമ്മുടെ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകമാണ് കാൽഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പല്ലുകളും എല്ലുകളും ഒക്കെ എന്താണ്? കാൽഷ്യം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകം ഏതെന്ന് പറഞ്ഞാൽ ഏതാണ്? കാൽഷ്യമാണ്. അസ്ഥികളിൽ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? 25% ആണ് കേട്ടോ, 25% നമ്മുടെ അസ്ഥികളിൽ ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈ ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചെന്നൈയിലാണ് അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ അസ്ഥികൂടത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് അക്ഷാസ്ഥികൂടവും അതുപോലെ തന്നെ അനുബന്ധ അസ്ഥികൂടവുമാണ്. അക്ഷാസ്ഥികൂടത്തിന് നമ്മൾ ആക്സിയൽ സ്കെൽറ്റൻ എന്നും അനുബന്ധ അസ്ഥികൂടത്തിനെ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ എന്നുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കേ. അപ്പൊ നമ്മുടെ ഈ ഒരു അസ്ഥികൂടത്തിനെ എത്രയായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് അക്ഷാസ്ഥികൂടം എന്നും അതുപോലെ തന്നെ അനുബന്ധ അസ്ഥികൂടം ആക്സിയൽ സ്കെൽറ്റൻ എന്നും അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അനുബന്ധ അസ്ഥികൂടം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകളിലും കാലുകളിലും ഉള്ള അസ്ഥികളാണ് ഇതിൽ വരുന്നത്? നമ്മുടെ അനുബന്ധ അസ്ഥികൂടത്തിൽ വരുന്നത്. ബാക്കി നമ്മുടെ കൈകളും കാലുകളുടെയും അസ്ഥികൾ ഒഴികെയുള്ള ബാക്കിയുള്ള ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടാവും? അതൊക്കെയാണ് ഇത് നമ്മുടെ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമുക്ക് മൊത്തത്തിൽ എത്ര ബോൺസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്? 206 ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ എത്ര ബോൺസ് ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 206 ബോൺസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. അതിനെ തന്നെ നമ്മൾ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്? അക്ഷാസ്ഥികൂടം എന്നും അനുബന്ധാസ്ഥികൂടം. നമ്മൾ പറഞ്ഞു അക്ഷാസ്ഥികൂടത്തിൽ ഏതാണ് വരുന്നത്? നമ്മുടെ കൈകളിലും കാലുകളിലും ഉള്ള അസ്ഥികളാണ് അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത്. അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത് അക്ഷാസ്ഥികൂടത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം നമ്മുടെ
തലയോട് എന്ന് പറയുന്ന ഭാഗം ബാക്കിയുള്ള ഭാഗങ്ങളിൽ വരുന്നതാണ്. പിന്നെ മാറല്, സ്റ്റേണം എന്ന് പറയും. പിന്നെ എന്താണ്, വാരിയെല്ലുകളുണ്ട് അല്ലെ, റിബ്സ് എന്നാണ് പറയുന്നത്, വാരിയെല്ലുകളുണ്ട്. പിന്നെ നട്ടെല്ല് അല്ലെങ്കിൽ വെർട്ടിബിൾ കോളം. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ അക്ഷാസ്യകൂടത്തിൽ വരുന്ന അസ്ഥികൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? തലയോട്, സ്കള്ളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാറൽ എന്ന് പറയുമ്പോൾ സ്റ്റേണം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നെക്സ്റ്റ് വാരിയെല്ലുകളുണ്ട് അല്ലെ, റിബ്സ് ഉണ്ട്. അതുപോലെ തന്നെ നട്ടെല്ല് എന്താണ്? വെർട്ടിബിൾ കോളം. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത്, നമ്മുടെ അക്ഷാസ്യകൂടം. ഇനി അനുബന്ധ അസ്ഥികൂടത്തിൽ നമുക്കറിയാം നമ്മുടെ കൈകളിൽ കുറെ അസ്ഥികളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ എന്താണ്, കൈകളിലെ അസ്ഥികളുണ്ട്, അതുപോലെ തന്നെ കാലുകളിലെ അസ്ഥികളുണ്ട്. പിന്നെ തോൾ വലയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തോളിൽ കാണപ്പെടുന്ന പെൽവിക് ആയിട്ടുള്ള ബോൺസ് ഉണ്ട് അല്ലെ, പെക്ചറൽ ആയിട്ടുള്ള ബോൺസ് ഉണ്ട്, അതാണ് തോൾ വലയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തോൾ എന്ന് പറയുമ്പോൾ ഈ കൈയുടെ ആ ഒരു ജോയിന്റിലല്ലേ, അത് ചേർന്ന ഒരു ഭാഗമാണ്. അപ്പൊ എന്താണ്, തോൾ വലയം. അതുപോലെ തന്നെ ശ്രോണി വലയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഇടുപ്പ് വശത്ത് വരുന്ന ഭാഗങ്ങളാണ് ഹിപ്പ് ബോൺസ് എന്ന് പറയും അല്ലെ. അപ്പൊ ഹിപ്പ് ബോൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ തോൾ വലയം ഉണ്ട്, കൈകളിലെ അസ്ഥികൾ, ശ്രോണി വലയം, കാലിലെ അസ്ഥികൾ. ഇത്രയുമാണ് നമ്മുടെ അനുബന്ധ അസ്ഥികൂടത്തിൽ വരുന്ന അസ്ഥികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, അക്ഷാസ്യകൂടത്തിന്റെ ഉൾപ്പെടുന്ന അസ്ഥികൾ ഏതൊക്കെയാണ്? തലയോട്, മാറല്, വാരിയെല്ലുകൾ, നട്ടെല്ല്. ഓക്കെ, തലയോട് സ്കള്ള്, മാറല് സ്റ്റേണം, വാരിയെല്ലുകൾ, റിബ്സ്, നട്ടെല്ല്, വെർട്ടിബിൾ കോളം. അങ്ങനെയാണെങ്കിൽ അനുബന്ധാസ്ഥികൂടത്തിൽ ഉൾപ്പെടുന്ന അസ്ഥികൾ ഏതൊക്കെയാണ്? കൈകാലുകളിലെ അസ്ഥികൾ, കൈകളുടെ അസ്ഥികളുണ്ട്, കാലുകളിലെ അസ്ഥികളുണ്ട്. അതുപോലെ തന്നെ തോളെല്ല്, അതുപോലെ ഇടുപ്പെല്ല്. അതിനെയാണ് നമ്മൾ തോൾ വലയമെന്നും ഇടുപ്പെല്ലിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ശ്രോണി വലയം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, മനുഷ്യശരീരത്തിൽ ആകെ അസ്ഥികൾ 206 ആണ്. അതില് അക്ഷാസ്യകൂടത്തിലെ അസ്ഥികൾ എത്രയെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. 80 അസ്ഥികളാണ് കേട്ടോ. അക്ഷാസ്യകൂടത്തില് 80 അസ്ഥികളും അനുബന്ധാസ്ഥികൂടത്തിൽ ബാക്കി അപ്പൊ എത്ര അസ്ഥികൾ കാണും? 80 പോയാൽ ബാക്കി 126 അസ്ഥികളാണ്. 126 അസ്ഥികളാണ് നമ്മുടെ അനുബന്ധ അസ്ഥികൂടത്തിൽ ഉള്ളത്. അപ്പോ 80 + 126 മൊത്തത്തിൽ എത്ര അസ്ഥികൾ ഉണ്ടാവും? നമുക്ക് 206 അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്നുള്ളതുണ്ട്. ഇതിനകത്ത് തന്നെ എത്ര നമ്പേഴ്സ് ആണ് ഈ തലയോട്ടിൽ, എത്ര അസ്ഥികളാണ് തലയോട്ടിലുള്ളത്? 29 അസ്ഥികളാണ് നമ്മുടെ തലയോട്ടിൽ കാണുന്നത്. അതുപോലെ മാറല്ലെന്ന് പറയുന്നത് ഒരൊറ്റ അസ്ഥിയാണ് കേട്ടോ. മാറല്ലെന്ന് പറയുന്നത് എന്താണ്? സ്റ്റേണം എന്ന് പറയുന്നത് ഒരൊറ്റ അസ്ഥിയാണ്. വാരിയെല്ലുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം റിബ്സ്, നമ്മുടെ ഈ ഭാഗത്ത് കണ്ടില്ലേ റിബ്സ് എത്ര എണ്ണം ഉണ്ട്? ഒരു ഭാഗത്ത് 12 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവിടെയും 12. അങ്ങനെ 12 × 2 എത്രയാണ്? വാരിയെല്ലുകൾ 22 അസ്ഥികളാണ് വാരിയെല്ലുകളിൽ ഉള്ളത്. അതുപോലെ തന്നെ നട്ടെല്ല്, വെർട്ടിബിൾ കോളം എന്ന് പറയുന്നത് എത്രയാണ്? 26 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, 26 ആണ് നമ്മുടെ നട്ടെല്ലിലെ അസ്ഥികൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തോൾ വലയത്തിൽ എത്ര അസ്ഥികളുണ്ട്? 2 അസ്ഥികളുണ്ട് കേട്ടോ. ഇപ്പുറത്ത് 2 എണ്ണം ഉണ്ട്, ഇപ്പുറത്തെ വശത്തും എത്രയുണ്ട്? 2 എണ്ണം ഉണ്ട്. അങ്ങനെ മൊത്തത്തില് തോൾ വലയത്തിൽ 4 അസ്ഥികളാണ് ഉള്ളത്. കൈകളിലെ അസ്ഥികൾ, നമ്മുടെ ഒരു കൈയില് 30 അസ്ഥികളുണ്ട് കേട്ടോ. ഒരു കയ്യിൽ എത്ര അസ്ഥികളുണ്ട്? 30 അസ്ഥികളുണ്ട്. അങ്ങനെയാണ് 2 കൈയിലും കൂടെ ചേർത്ത് 60 അസ്ഥികളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കാലിലും സെയിം തന്നെയാണ്, കാലിലും 30 അസ്ഥികളാണ് ഉള്ളത്. 2 കാലിലും കൂടെ ചേരുമ്പോൾ 60 അസ്ഥികൾ. അപ്പൊ ഇത്രയും കൂടെ ആകുമ്പോൾ എത്രയാണ്? 206 അസ്ഥികളാണ് വരുന്നത്. അപ്പൊ ഈ നമ്പേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കാരണം SCERT കൊടുത്ത സെയിം പിക്ചർ ആണ്. അപ്പൊ അതിനകത്ത് നമ്പേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് ചിലപ്പോൾ അവര് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇനി കുറെ അസ്ഥികളുടെ പേരുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, തോളിലെ അസ്ഥികൾ നമ്മൾ പറഞ്ഞു 2 അസ്ഥികളാണ് തോളിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? സ്കാപ്പുലയും ക്ലാവിക്കിളും. ഏതൊക്കെയാണ് തോളിലെ അസ്ഥികൾ എന്ന് പറയുന്നത്? സ്കാപ്പുലയും ക്ലാവിക്കിളുമാണ്. ഈ ക്ലാവിക്കിളിനെയാണ് നമ്മൾ ഇവിടെ കാണുന്ന ബ്യൂട്ടി ബോൺ അല്ലെങ്കിൽ കോളാർ ബോൺസ് എന്നൊക്കെ പറയില്ലേ, ആ ബോൺസ് ആണ് ഇതെന്ന് പറയുന്നത്, ക്ലാവിക്കിൾ. അതുപോലെ തന്നെ നമ്മുടെ പുറകുവശത്ത് നോക്കുകയാണെങ്കിൽ വേറൊരു ബോൺസും കൂടെ കാണും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കാപ്പുല എന്ന് പറയുന്ന ബോൺ. ഓക്കെ, ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ക്ലാവിക്കിൾ എന്ന് പറയുന്ന ഈ ഒരു കോളാർ ബോൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ പുറകുവശത്ത് കാണുന്നതാണ് ഇത് സ്കാപ്പുല. ഇതാണ് നമ്മുടെ രണ്ടാമതായിട്ടുള്ള നമ്മുടെ തോളിലെ അസ്ഥികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം തോളിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? സ്കാപ്പുലയും ക്ലാവിക്കിളുമാണ് നമ്മുടെ തോളിൽ കാണപ്പെടുന്ന 2 അസ്ഥികൾ എന്ന് പറയുന്നത്. അത് എത്ര എണ്ണമാണ് നമ്പേഴ്സ്? 4 എണ്ണം ഉണ്ട്. ഇത് 2 എണ്ണം ഉണ്ട്, ഇതും 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 എണ്ണമാണ് ഇതിന്റെ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് മാറലിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? സ്റ്റേണം എന്നാണ് പറയുന്നത് കേട്ടോ. മാറലിന് അത് സ്റ്റേണം എന്നാണ് പറയുന്നത്. അത് എത്ര അസ്ഥികളാണുള്ളത്? 1 അസ്ഥിയാണ് ഉള്ളത്. വാരിയെല്ലുകൾ എന്താണ്? റിബ്സ് എന്നാണ് പറയുന്നത്. റിബ്സ് ആണ് വാരിയെല്ല്. അത് ഒരു വശത്ത് 12 എണ്ണം ഉണ്ട്, 2 വശത്തും കൂടെ ആകുമ്പോൾ എത്രയാണ്? 24 ആണ് റിബ്സ്. ഓക്കെ, കീഴ്ത്താടിയെല്ല്, നമ്മുടെ കീഴ്ത്താടി എല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാൻഡിബിൾസ് എന്നും. അങ്ങനെയാണെങ്കിൽ മേൽത്താടി എല്ലിന് മാക്സില എന്നാണ് കേട്ടോ. മാക്സിലയും
മാൻഡിബിളും. ഓക്കെ, മറന്നു പോരുത്, മാക്സിലയും മാൻഡിബിളും. മാക്സില എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മേൽത്താടിയെല്ലും കീഴ്ത്താടിയെല്ലിനെ നമ്മൾ മാൻഡിബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ലോവർ ജോയും അപ്പർ ജോയും. ഓക്കെ, അടുത്തത് ചെവിയിലെ അസ്ഥികൾ. നമ്മൾ ഇയർ പഠിച്ചപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ചെവിയിലെ അസ്ഥികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്ന് പറയുന്ന 3 അസ്ഥികളാണ്. ഇയർ ഓസിക്കിൾസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ, അല്ലെ? അസ്ഥി ശൃംഖല എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് ഇങ്ങനെ 3 ബോൺസ് ആണ് നമ്മുടെ ചെവിയിൽ കാണപ്പെടുന്നത്. ചെവിയുടെ ഏത് ഭാഗത്താണ്? നമ്മുടെ മധ്യ കർണത്തിലാണ്, അല്ലെ? മിഡിൽ ഇയറിലാണ് നമ്മുടെ ഈ 3 ബോൺസും നമ്മുടെ ചെവിയിൽ കാണുന്നത്. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും ചെറിയ ബോൺ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സ്റ്റേപ്പീസ് ആണ് കേട്ടോ. സ്റ്റേപ്പീസ് ആണ് ചെവിയിലെ അസ്ഥികളിൽ ഏറ്റവും ചെറുതും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഏറ്റവും ചെറിയതായിട്ടുള്ള അസ്ഥി എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റേപ്പീസ് ആണ് കേട്ടോ. അപ്പൊ എസ് സ്മോൾ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ സ്റ്റേപ്പീസ് എന്ന് പറയുന്നതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോൺ ആണ്, നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോൺ ആണ് നമ്മുടെ സ്റ്റേപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തൊണ്ടയിൽ ഒരു അസ്ഥി ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഹയോയിഡ്. ഓക്കെ, തൊണ്ടയിലെ അസ്ഥിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹയോയിഡ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭുജാസ്ഥി. ഭുജാസ്ഥി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അപ്പർ ആം ആണ്, അല്ലേ? ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ അപ്പർ ആം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭുജാസ്ഥി എന്ന് പറയും. അതിനെ പറയുന്ന പേരാണ് ഹ്യൂമറസ്. ഓക്കെ, അപ്പൊ ഈ ഒരു എന്താണ്? ഇവിടെ ഒരു അസ്ഥി ഉണ്ടാവും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹ്യൂമറസ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ അപ്പർ ആം അല്ലെങ്കിൽ ഭുജാസ്ഥി എന്ന് പറയുന്നത്. ആ ഒരു അസ്ഥിനെ, അപ്പൊ അത് ഇവിടെ എന്താണ്? ഒരൊറ്റ വലിയ നീണ്ടിരിക്കുന്ന ഒരു അസ്ഥി ഉണ്ട്, അല്ലെ? അപ്പൊ അതാണ് ഏതെന്ന് പറയുന്നത്? ഹ്യൂമറസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ കണങ്കൈ എന്ന് പറയുന്ന ഭാഗം, അല്ലെ? അപ്പൊ കണങ്കൈ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ 2 അസ്ഥികളാണ് ഉള്ളത്. ഈ ഒരു പിക്ചറിൽ കണ്ടില്ലേ? കണങ്കൈയിൽ 2 അസ്ഥികളുണ്ട്. ഏതൊക്കെയാണ് അസ്ഥികളുടെ പേര്? ഒന്ന് റേഡിയസും 2 അൾനയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു കണങ്കൈയിലും അതുപോലെ തന്നെ ഈ ഒരു ഭുജാസ്ഥി അപ്പർ ആമിലും കാണപ്പെടുന്ന അസ്ഥികൾ ഏതൊക്കെയാണ്? ഒന്ന് അപ്പർ ആമിൽ ഹ്യൂമറസ് എന്ന് പറയുന്ന ഒരു അസ്ഥിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണങ്കൈയിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? റേഡിയസും അൾന എന്ന് പറയുന്ന 2 അസ്ഥികളാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം കഴിഞ്ഞു. അതുപോലെ നമ്മൾ വാച്ച് കെട്ടുന്ന സ്ഥലം ഏതാണ്? റിസ്റ്റ് ആണ്, അല്ലെ? റിസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. മണിബന്ധം എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. റിസ്റ്റിന് എന്തെന്നാ പറയുന്നത്? മണിബന്ധമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മണിബന്ധത്തിലെ അസ്ഥികളെ പറയുന്ന പേരാണ് എന്ത്? കാർപ്പൽസ്. ഓക്കെ, അപ്പൊ കാർപ്പൽസ് എന്താണ്? നമ്മുടെ റിസ്റ്റിലുള്ള ബോൺസിനെയാണ് നമ്മൾ കാർപ്പൽസ് എന്ന് പറയുന്നത്. അത് മൊത്തത്തില് 8 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, 8 ബോൺസ് ആണ് നമ്മുടെ കാർപ്പൽസിലുള്ളത്. അങ്ങനെയാണെങ്കിൽ കൈപ്പത്തിയിലെ അസ്ഥികൾ എന്തൊക്കെയായിരുന്നു? ഓക്കെ, കൈപ്പത്തി നമുക്ക് കാണാമല്ലോ, ഇത്രയും ഭാഗങ്ങൾ നമുക്കറിയാം. 5 അസ്ഥികളാണ് കൈപ്പത്തിയിലുള്ളത്. അതെന്താണ്? മെറ്റാ കാർപ്പൽസ് ആണ്. നമ്മുടെ ഈ ഒരു റിസ്റ്റിലെ നമ്മൾ പറഞ്ഞു കാർപ്പൽസ് ആണ്. അതുപോലെ നമ്മുടെ കൈപ്പത്തിയിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഏതാണ്? മെറ്റാ കാർപ്പൽസ് ആണ്. അത് എത്ര എണ്ണമുണ്ട്? 5 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം നമ്മുടെ കൈകളിലെ വിരലുകളാണ്, അല്ലെ? അപ്പൊ കൈകളിലെ വിരലുകളെ പറയുന്ന പേരുകളാണ് ഫാലഞ്ചസ്. ഓക്കെ, വിരലുകളിലെ അസ്ഥികൾ എന്തെന്നാണ് പറയുന്നത്? ഫാലഞ്ചസ് എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ എത്ര ഫാലഞ്ചസ് ഉണ്ട്? 14 എണ്ണമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിക്കേ. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ്? കാർപ്പൽസ്, മെറ്റാ കാർപ്പൽസ്. ഇത് 3ഉം എന്താണ്? വിരലുകളിലെ അസ്ഥികളെ ഫാലഞ്ചസ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? കാർപ്പൽസ് നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 8 എണ്ണമാണ് കാർപ്പൽസ് പറഞ്ഞത്. മെറ്റാ കാർപ്പൽസ് 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫാലഞ്ചസ് മൊത്തത്തിൽ 14 എണ്ണമാണ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ റിസ്റ്റിൽ കാണപ്പെടുന്നതാണ് കാർപ്പൽസ്. അതുപോലെ നോക്കിയേ, നമ്മുടെ ഈ ഒരു 5 വിരലുകൾ പോകുന്ന ആ ഒരു ഭാഗം, നമ്മുടെ കൈപ്പത്തിയിലുള്ള ഈ 5 ഭാഗങ്ങളല്ലേ, 1, 2, 3, 4, 5, അങ്ങനെയാണ് നമ്മുടെ മെറ്റാ കാർപ്പൽസ് 5 എണ്ണം ഉള്ളത്. അതുപോലെ ബാക്കിയുള്ള നമ്മുടെ വിരലുകളിൽ നമ്മുടെ ഈ ഒരു തമ്പിൽ മാത്രം എത്ര ബോൺസ് ആണ്? 2 ബോൺസ്. ബാക്കിയുള്ള എല്ലാ വിരലുകളിലും എത്ര ബോൺസ് ഉണ്ട്? 3 ബോൺസ് വീതം ഉണ്ട്. അങ്ങനെ മൊത്തത്തിലെ വിരലുകളിൽ എത്രയാണ്? ഫാലഞ്ചസിൽ 14 ബോൺസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ കൈകളിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ഇവിടെ നമുക്കറിയാം ഹ്യൂമറസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കണങ്കൈയിലേക്ക് വരുമ്പോൾ റേഡിയസ്, അൾനയുണ്ട്. പിന്നെന്താണ്? റിസ്റ്റിൽ വരുമ്പോൾ കാർപ്പൽസ്. അതുപോലെ നമ്മുടെ ഈ ഒരു കൈപ്പത്തിയിൽ എന്താണ്? മെറ്റാ കാർപ്പൽസും. അതുപോലെ ഫാലഞ്ചസ് എന്ന് പറയുന്നത് വിരലുകളിൽ കാണപ്പെടുന്ന അസ്ഥികളാണ്. ഓക്കെ, കൈപ്പത്തിയിലെ അസ്ഥികൾ പറയുന്ന പേരെന്താണ്? മെറ്റാ കാർപ്പൽസ് എന്നാണ് പറയുന്നത്. കൈ വിരലുകളിലെ അസ്ഥികളാണ് ഫാലഞ്ചസ് എന്ന് അറിയപ്പെടുന്നത്. നമ്പർ 14 എണ്ണമാണ് അതിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മള് കാലിലേക്ക് പോവുകയാണ്. കാലില് നമ്മൾ നേരത്തെ ഈ ഒരു അപ്പർ ആം പറഞ്ഞതുപോലെ തന്നെ കാലിന്റെ ആ ഭാഗത്ത് കാണപ്പെടുന്ന തുടയെല്ല് എന്ന് പറയുന്നതാണ് ഫീമർ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഫീമർ ആണ് നമ്മുടെ തുടയെല്ല്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഏതെന്ന് പറയുന്നത്? ഫീമർ. നമ്മൾ പറഞ്ഞു ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോൺ ഏതാണ്?
ചെവിയിൽ കാണപ്പെടുന്ന മധ്യ ഇയറിൽ കാണപ്പെടുന്ന സ്റ്റേപ്പീസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ തുടയെല്ലാണ് കേട്ടോ. തുടയെല്ല് അല്ലെങ്കിൽ ഫെമർ എന്നാണ് പറയുന്നത്. അതുപോലെ കാൽമുട്ടിലുണ്ട്, നമ്മുടെ മുട്ട് ചിരട്ട എന്നൊക്കെ പറയല്ലേ, കാൽമുട്ടിലെ അസ്ഥിനെ പറയുന്ന പേരാണ് പാറ്റല്ല. ഓക്കെ, കാൽമുട്ടിലെ അസ്ഥിനെ എന്തെന്നാണ് പറയുന്നത്? പാറ്റല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, കണങ്കാലിലെ അസ്ഥികൾ. കണങ്കാലിലെ അസ്ഥികൾ നമ്മൾ പറഞ്ഞു, തുടയെല്ലില് ഫെമർ പറഞ്ഞു. അതുപോലെ കണങ്കാലിലെ അസ്ഥികളാണ് ടിബിയ, ഫിബുല. ഏതൊക്കെയാണ്? ടിബിയയും ഫിബുലയുമാണ്. നമ്മൾ ഇതിന് സെയിം ആയിട്ട് നമ്മൾ കയ്യിൽ പറഞ്ഞത് ഏതായിരുന്നു? റേഡിയസും അൾനയുമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ റേഡിയസും അൾനയ്ക്ക് പകരം നമ്മുടെ കാലില് അതേ പൊസിഷനിലുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ടിബിയയും ഫിബുലയും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാൽക്കുഴയിലെ അസ്ഥി. നമ്മൾ കയ്യിൽ റിസ്റ്റ് പറഞ്ഞു അല്ലെ, കൈക്കുഴയുടെ ആ ഭാഗത്താണ് റിസ്റ്റ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുഴയിലെ അസ്ഥികളാണ് നമ്മൾ ടാർസൽസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ പറഞ്ഞത് എന്തായിരുന്നു? കാർപ്പൽസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? ടാർസൽസ് ആണ് കേട്ടോ. ടാർസൽസ് 7 എണ്ണമാണ്. നമ്മുടെ കയ്യിൽ പറഞ്ഞ റിസ്റ്റിൽ നമ്മൾ കാർപ്പൽസ് 8 എണ്ണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ്? 1 കുറവാണ് കേട്ടോ. 1 കുറവാണ്. ഇവിടെ എന്താണ്? ടാർസൽസ് ആണ് കേട്ടോ. ടാർസൽസ് ആണ് 7 എണ്ണമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കാൽപാദത്തിലെ അസ്ഥികൾ എന്താണ്? മെറ്റാടാർസൽസ് ആണ്. ഇവിടെ ടാർസൽസും മെറ്റാടാർസൽസും. കൈകളിലാണെങ്കിൽ കാർപ്പൽസും മെറ്റാകാർപ്പൽസും. ഓക്കെ, അത് നമ്പർ കറക്റ്റ് തന്നെയാണ്, 5 തന്നെയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? കാൽപാദത്തിലെ അസ്ഥികൾ എന്ന് പറയുന്നത്. മെറ്റാടാർസൽസ് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ കാൽവിരലുകളെ അസ്ഥികൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫലഞ്ചസ് ആണല്ലേ. അപ്പൊ കാൽവിരലുകളിലാണെങ്കിലും കൈകട വിരലുകളിലാണെങ്കിലും നമ്മൾ എന്താണ്? ഫലഞ്ചസ് എന്ന് തന്നെയാണ് പറയുന്നത്. 14 എണ്ണം തന്നെ. ഇടുപ്പിലെ അസ്ഥികൾ. ഇടുപ്പിലെ അസ്ഥികൾ എന്ന് പറയുന്നത് പെൽവിക് ബോൺസ് 2 എണ്ണമാണ് ഉള്ളത് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലിയവും ഇഷ്യൂവുമാണ് പെൽവിക് ബോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പെൽവിക് ബോൺസ് 2 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഇലിയോ, ഇഷ്യോ ആണ്. ഒന്ന് നമുക്ക് നിൽക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോണും ഉണ്ട്, അതുപോലെ ഇരിക്കുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 2 ബോൺസ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്? ഇലിയോവും ഇഷ്യൂവുമാണ് നമ്മുടെ പെൽവിക് ബോൺസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ നോക്കിയേ, ഈ ഒരു ലെഗ്സിൽ കാണപ്പെടുന്ന, നമ്മുടെ കാലിൽ കാണപ്പെടുന്ന ബോൺസ് ആണ്. നമ്മുടെ അപ്പർ ലെഗിൽ കാണപ്പെടുന്ന ബോൺസ് ആണ് ഏതെന്ന് പറഞ്ഞു? ഫെമർ എന്ന് പറഞ്ഞു. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഏറ്റവും വലിയ ബോൺ ആണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ മുട്ട് ചിരട്ട അല്ലെങ്കിൽ മുട്ടിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് നമ്മുടെ പാറ്റല്ല എന്ന് പറയുന്നത്. ഓക്കെ, പാറ്റല്ല. പിന്നെന്താണ്? ലോവർ ലെഗ് ബോൺസ്. എന്താണ്? നമ്മൾ പറഞ്ഞു കണങ്കാലിലെ അസ്ഥികൾ. ഏതൊക്കെയാണ്? ടിബിയയും ഫിബുലയുമാണ് കണങ്കാലിലെ അസ്ഥികൾ അല്ലെ, ടിബിയയും ഫിബുലയും. അതുപോലെ തന്നെ നമ്മളെ ഫൂട്ടിലെ ബോൺസ്. ഏതൊക്കെയാണ്? ടാസൽസ് ഉണ്ട്, മെറ്റാടാസൽസും ഫലഞ്ചസും ആണ്. ടാസൽസ് എത്ര എണ്ണമാണുള്ളത്? നമ്മൾ പറഞ്ഞു 7 എണ്ണമാണ്. മെറ്റാടാസൽസ് 5 ആണ്. ഫലഞ്ചസ് 14 എണ്ണമാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ 2 കൈകളിലും കാലുകളിലും കൂടെ മൊത്തത്തിൽ എത്ര എണ്ണമാണുള്ളത്? 30. ഓരോ കയ്യിലും 30 എണ്ണം ഉണ്ട്, അപ്പുറത്ത് 30. അങ്ങനെ 30 ആവുമ്പോൾ എത്രയാവും? 60 ആയി. അപ്പം കൈകളും കാലുകളും മൊത്തത്തിൽ 120 ബോൺസ് ആണ് ഉള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. നവജാത ശിശുക്കളിൽ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 300 ആണ്. നമ്മൾ സാധാരണ അസ്ഥികളുടെ എണ്ണം എത്രയാണ് നമ്മൾ പറയുന്നത്? 206 ബോൺസ് ആണ് നമുക്കുള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എന്താണ്? നവജാത ശിശുവിന് ജനിക്കുമ്പോഴുള്ള ആ ഒരു കുട്ടിക്ക് എത്രയാണ് അവരുടെ ബോൺസ് എന്ന് പറയുന്നത്? 300 ആണ് അവരുടെ ബോൺസ്. അപ്പൊ എന്താ ചെയ്യുക? ഒരു ശിശു വളരുമ്പോ എന്ത് ചെയ്യുന്നു? അവരുടെ അസ്ഥികളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതെങ്ങനെയാണ് കുറയുന്നതെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ ബോൺസ് ആയിരിക്കും. ആ ബോൺസ് എല്ലാം കൂടെ എന്ത് ചെയ്യും? ചിലപ്പോൾ ഫ്യൂസ് ചെയ്യും. ഓക്കെ, ചില ബോൺസ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് അവർ ഒന്നായിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യും? നമ്പർ കുറയും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മുതിർന്ന ആൾക്കാരിൽ 206 ബോൺസ് ആയിട്ട് വരുന്നത്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി നമ്മൾ പറഞ്ഞു തുടയെല്ലാണ്, ഫിമർ ആണ്. ഫിമറിന്റെ ശരാശരി നീളം എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ് കേട്ടോ. 50 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഫിമറിന്റെ ശരാശരി നീളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതായിരുന്നു? സ്റ്റേപ്പീസ് ആണ് അല്ലെ. ചെവിയിലെ അസ്ഥിയാണ് സ്റ്റേപ്പീസ് എന്ന് പറയുന്നത്. തലയോട്ടിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി. നമ്മൾ തലയിൽ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും അസ്ഥികൾ മൂവ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഈ സംസാരിക്കുമ്പോൾ ഏത് ഭാഗമാണ്? നമ്മുടെ ഈ ഒരു കീഴ്ത്താടി എല്ല് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അനങ്ങുന്നത്, മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ തലയോട്ടികളിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരു അസ്ഥി മാത്രമാണുള്ളത്. അതാരാണ്? നമ്മുടെ കീഴ്ത്താടിയിലെ അസ്ഥിയാണ് കേട്ടോ. കീഴ്ത്താടിയിലെ അസ്ഥിയാണ്. അങ്ങനെയാണെങ്കിൽ മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പാറ്റല്ല. ഓക്കെ, പാറ്റല്ലേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മുട്ടുചിരട്ടയുടെ അസ്ഥിനെ നമ്മൾ പറയുന്ന പേരാണ് പാറ്റല്ല. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഹൊറിസോണ്ടൽ ബോൺ, കോളാർ ബോൺ, ലിറ്റിൽ കീ, 3 പേരുകളിലും ഈ 3 പേരുകളിലും അറിയപ്പെടുന്ന ഒരു ബോൺ ഉണ്ട്. അതാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബ്യൂട്ടി ബോൺ എന്ന് പറയും, കോളർ ബോൺ എന്ന് പറയും, അതുപോലെ തന്നെ ലിറ്റിൽ കീ എന്ന് അറിയപ്പെടുന്നു,
ഹൊറിസോണ്ടൽ ബോൺസ്. ഹൊറിസോണ്ടൽ ആയിട്ടല്ല, ഇങ്ങനെയല്ലേ അവർ നിൽക്കുന്നത്, വെർട്ടിക്കൽ ആയിട്ടല്ല, എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാവിക്കിൾ ബോൺ ഉള്ളത്. അതുകൊണ്ടാണ് അവർ എന്തെന്ന് ഹൊറിസോണ്ടൽ ബോൺ, കോളാർ ബോൺ, ലിറ്റിൽ കീ എന്നൊക്കെ അറിയപ്പെടുന്ന ബോൺസ് ഏതാണ്, നമ്മുടെ ക്ലാവിക്കിൾ ആണ് കേട്ടോ, ക്ലാവിക്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നട്ടല് നിർമ്മിതമായിരിക്കുന്ന കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 26 ആണ് കേട്ടോ. നമ്മുടെ വേർട്ടിബിൾ കോളത്തിനകത്ത് എത്ര കശേരുക്കൾ ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ വേർട്ടിബിൾ കോളം നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഓരോ ഇതായിട്ട് ഇങ്ങനെ വരയ്ക്കില്ലേ, കശേരുക്കൾ വരയ്ക്കില്ലേ, അപ്പൊ അതാണ് ആ ഒരു കശേരുക്കൾ വേർട്ടിബിൾ കോളത്തിലത്ത് ആ ഒരു വേർട്ടിബ്രേസ്, എത്ര വേർട്ടിബ്രേസ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 26 വേർട്ടിബ്രേസ് ആണ് കേട്ടോ, 26. പക്ഷെ ചിലതിൽ നമ്മൾ നോക്കുമ്പോൾ 33 എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതെങ്ങനെയാണ്? നവജാത ശിശുക്കളാണ് കേട്ടോ. നവജാത ശിശുക്കളില് എന്താണ് നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 33 ആണ്. അല്ലാതെ നോർമൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 26 ആണ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊറാസിക്, ലംബാർ, സാക്രൽ, കൊസീജിയൽ. ഓക്കെ, 5 എണ്ണമാണ് ഉള്ളത് കേട്ടോ. 5 ടൈപ്പാണ് നമ്മുടെ നട്ടലിലെ നിർമ്മിതമായ കശേരുക്കൾ എന്ന് പറയുന്നത്. 5 എണ്ണമാണ്. ഏതൊക്കെയാണ്? സെർവിക്കൽ, ഇത് 2 എണ്ണമാണ് കേട്ടോ. സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രൽ, കൊസീജിയൽ. ഓക്കെ, ഏതൊക്കെയാണ്? സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രൽ, കൊസീജിയൽ. ഇങ്ങനെ 5 തരത്തിലുള്ള അസ്ഥികളാണ്, കശേരുക്കളാണ് നമ്മുടെ നട്ടലിൽ കാണപ്പെടുന്നത്. ഇത് സംയോജിത സാക്രൽ, സംയോജിത കൊസീജിയൽ എന്ന് പറയുന്നത് എന്താണ്? അത് ഫ്യൂസ്ഡ് ആണ്. ചിലതുമായിട്ട് എന്താണ് ഇങ്ങനെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സംയോജിത എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? സെർവിക്കൽ, പിന്നെ തൊറാസിക്, ലംബാർ, സാക്രൽ, പിന്നെന്താണ്? കൊസീജിയൽ. ഇതാണ് നമ്മുടെ നട്ടല് നിർമ്മിതമായ കശേരുക്കളുടെ പേരുകൾ. 5 എണ്ണമായിട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു പിക്ചർ കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പൊ ഏതൊക്കെയാണ്? സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രൽ, കൊസീജിയൽ. ഇത്രയുമാണ് നമ്മുടെ നട്ടലിലെ കശേരുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, സെർവിക്കലിന് വരുന്നത് എത്ര എണ്ണമാണ്? 7 എണ്ണമാണ് വരുന്നത്. ആ സെർവിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കഴുത്തിന്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ആ കശേരു അല്ലെ, ഈ ഒരു പുറം ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ വെർട്ടിബിൾ കോളം എന്ന് പറയുമ്പോൾ നമ്മുടെ പുറം ഭാഗത്താണല്ലോ. അപ്പൊ ആ ഒരു ഭാഗത്ത്, ഈ ഒരു കഴുത്തിന്റെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സെർവിക്കൽ എന്ന് പറയുന്ന കശേരുക്കൾ. ഓക്കെ, അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? മൊത്തത്തിൽ 7 കശേരുക്കളാണ് നമ്മുടെ സെർവിക്കൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തൊറാസിക് കേട്ടോ. തൊറാസിക് എത്ര എണ്ണമാണ്? 12 എണ്ണമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ വെർട്ടിബിൾ കോളത്തിലെ വെർട്ടിബ്രേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തൊറാസിക് ആണ് കേട്ടോ. തൊറാസിക് 12 എണ്ണമാണ് ഉള്ളത്. അതുപോലെ നെക്സ്റ്റ് ലംബാർ, പിന്നെന്താണ്? സാക്രം, ഫ്യൂസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്, കൊസീജിയൽ ഉണ്ട്. അപ്പൊ ഇത്രയും ആയപ്പോ എത്ര എണ്ണമാണ് ഉള്ളത്? നോക്കിയേ, 7 + 12, 19 + 5 + 5 + 4 എത്രയായി? മൊത്തത്തിൽ 33 എണ്ണമാണുള്ളത് അല്ലെ, 33 എണ്ണമാണുള്ളത്. അപ്പൊ ഇതെന്താണ്? ഒരു നവജാത ശിശുവിൻ്റെതാണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നോർമല് പറയുമ്പോൾ നമ്മൾ 26 ആണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സാക്രം 5 എണ്ണം ഫ്യൂസ്ഡ് എന്നാണല്ലോ പറയുന്നത്, ചേർന്നിരിക്കുന്നു. ഇവരെല്ലാരും കൂടെ ചേർന്ന് ലാസ്റ്റ് എന്തായിട്ട് മാറും? ഒരൊറ്റ അസ്ഥിയായിട്ട് മാറും. അപ്പോൾ ഈ 5ന് പകരം ഇതെല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് എന്താവും? ഒറ്റ ഒരു അസ്ഥിയായിട്ട് മാറും. അതുപോലെ തന്നെ കൊസീജിയൽ 4 എണ്ണം ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് എന്തായിട്ട് മാറും? ഒരൊറ്റ അസ്ഥിയായിട്ട് മാറും. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എത്ര എണ്ണം ആയി നോക്കിയേ? 7, 12, 5, 1 + 1 അപ്പൊ എത്രയായി? 26 ആയി കേട്ടോ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മുതിർന്നവരിൽ 26 അസ്ഥികൾ ഉണ്ട് എന്ന്. അസ്ഥികളല്ല, നമ്മുടെ കശേരുക്കൾ, നട്ടലിലെ ആ ഒരു കശേരുക്കൾ എന്ന് പറയുന്നത് 26 എന്ന് പറയുന്നത്. 7 + 12 + 5 + 1 + 1. ഓക്കെ, അങ്ങനെയാണ് 26. അല്ലാതെ ഇത് നവജാത ശിശുവിന്റെ കാര്യമാണെങ്കിൽ എത്രയാണ്? ആ ലംബാറും സാക്രോം, കൊസീക്സും എത്രയായിട്ടാണ് നമ്മൾ പറയുന്നത്? 5ഉം 4ഉം ആയിട്ടാണ് പറയുന്നത്. എന്നാൽ മുതിർന്നവരിൽ അവരെല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചേർന്നിട്ട് ഒരൊറ്റ അസ്ഥിയായിട്ടാണ് നമ്മൾ അവിടെ പറയുന്നത് കേട്ടോ. സാക്രോം ഒറ്റ അസ്ഥിയായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ കൊസീക്സും ഏതാണ്? ഒരൊറ്റ അസ്ഥിയായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണെന്നുള്ളത് പേരുകൾ പഠിച്ചു വെച്ചിരിക്കുക. സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രം, കൊസീജിയൽ. ഓക്കെ, നട്ടലിലെ ആദ്യ കശേരു നമ്മൾ പറഞ്ഞു സെർവിക്സ് ആണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സെർവിക്കൽ എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ അതിന്റെ ഫസ്റ്റ് കശേരുവിനെ പറയുന്ന പേരാണ് അറ്റ്ലസ് കേട്ടോ. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് ആ ഒരു എന്താണ് സെർവിക്കൽ എന്ന് പറയുന്ന ആ ഒരു വേർട്ടിബിൾ വരുന്നതിൽ ഫസ്റ്റ് വേർട്ടിബ്രേനെ പറയുന്ന പേര് എന്താണ്? അറ്റ്ലസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കശേരുവിനെ പറയുന്ന പേരെന്താണ്? ആക്സിസ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തേത് എന്താണ്?
അറ്റ്ലസും രണ്ടാമത്തത് ആക്സിസ് ആണ്. ഏറ്റവും അവസാനത്തെ കശേരുവാണ് കോക്സിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും അവസാനത്തേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോക്സിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നട്ടലിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? നട്ടല് നമ്മൾ പറഞ്ഞു 26 വേർട്ടിബിൾ കോളം ആണെന്ന് പറഞ്ഞു. എന്നാൽ നവജാത ശിശുവിൽ എത്രയാണ്? 33 ആണ്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു? സെർവിക്കൽ, ലംബാർ, കൊസീജിയൽ, അതുപോലെ തന്നെ തൊറാസിക്, സാക്രം. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇതില് സാക്രോം കൊസീജിയലും ഫ്യൂസ് ചെയ്ത് ഓരോ എണ്ണമായിട്ട് മാറുമ്പോഴാണ് 26 വേർട്ടിബിൾ കോളംസ് ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നട്ടെല്ലിലെ ആദ്യ കശേരുവിനെ നമ്മൾ അറ്റ്ലസ് എന്നാണ് പറഞ്ഞത്. നട്ടെല്ലിലെ രണ്ടാമത്തെ കശേരുവിനെ നമ്മൾ ആക്സിസും അവസാനത്തേനെ കോക്സിക്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അസ്ഥികളും പേശികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെയാണ് ടെൻഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ടെൻഡനുകൾ അല്ലെങ്കിൽ ടെൻഡൻസ്. അപ്പൊ എന്താണ്? ഒരു ബോണും അതുപോലെ തന്നെ ഒരു മസിലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെൻഡൻസ്. ടെൻഡനുകൾ അല്ലെങ്കിൽ ടെൻഡൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അസ്ഥികൾ തമ്മിൽ രണ്ട് ബോൺസ്, ഒരു ബോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന, രണ്ട് അസ്ഥികൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചരട് പോലെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് ലിഗമെന്റ്സ് അല്ലെങ്കിൽ സ്നായുക്കൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? രണ്ട് അസ്ഥികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചരട് പോലുള്ള ഭാഗത്തെ പറയുന്ന പേര് സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ്സ് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ അസ്ഥികളെയും പേശികളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെൻഡനുകൾ അല്ലെങ്കിൽ ടെൻഡൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ തിരിഞ്ഞു പോകരുത്. ടെൻഡൻസും ലിഗമെന്റ്സും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പൊ അസ്ഥിയും ബോണും നമ്മുടെ മസിലും ആണെങ്കിൽ ടെൻഡൻസ് ആണ്, ബോണും ആണെങ്കിൽ എന്താണ്? ലിഗമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ബോൺസിനെ കുറിച്ചുള്ള കുറെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. താങ്ക്